ഞാൻ ഒന്നുകൂടെ പറയട്ടെ, വലിയ വീട് വെച്ച് ആ വീടൊന്ന് രണ്ടാമത് പെയിന്റ് അടിക്കാൻ പോലും കഴിയാതെ, ജോലി നഷ്ടപ്പെട്ട് സർവ്വപ്രതാപവും നഷ്ടപ്പെട്ട് നാട്ടുകാരുടെ മുമ്പിൽ കൈ നീട്ടാൻ കഴിയാതെ, എൻ്റെ വീട്ടിൽ ഭക്ഷണമില്ല എന്ന് പറയാൻ നാണിക്കുന്ന, കണ്ടാൽ മുതലാളിമാരാണെന്ന് തോന്നുന്ന, ഉള്ളിൽ പാവപ്പെട്ടവനേക്കാൾ പാവപ്പെട്ടവനായി വീടിൻ്റെ അകത്ത് അന്തസ് കൈവിടാതെ ജീവിക്കുന്ന മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അവരെയാണ് ശർഅ മിസ്കീൻ എന്ന് വിളിക്കുന്നത്. ഫഖീർ പള്ളിയുടെ മുമ്പിൽ ചോദിക്കാൻ വന്നിട്ടുണ്ടാവും, ഫഖീർ നോട്ടീസ് അടിച്ച് നടക്കുന്നുണ്ടാകും, ഫഖീർ ആളുകളോട് വന്ന് പറയും എൻ്റെ കുഞ്ഞിനെ കെട്ടിക്കാൻ വല്ലതും തരണേ. മിസ്കീൻ അത് പറയൂല, മിസ്കീന്റെ അഭിമാനം അതിന് സമ്മതിക്കൂല. അതുകൊണ്ട് നമ്മൾ റമളാനിലും അല്ലാത്തപ്പോഴും ചാരിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ മിസ്കീന്മാരെ കാണാതെ പോകരുത്. അവർ നമ്മിൽ ഒന്നാണ്, അവർ നമ്മുടെ ഭാഗമാണ്. ഒരു കാലത്ത് അവർ പ്രതാപത്തിലാണ്, പക്ഷെ ഇന്നവർ തകർച്ചയിലാണ്. അതാരും അറിയാതെ, ആരോടും പറയാതെ, പുറം ലോകമറിയാതെ സങ്കടത്തോടുകൂടെ കഴിയുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. നമ്മളവരെ കാണാതെ പോകരുത്. നമ്മുടെ ദാനത്തിൻ്റെ സ്വതക്കയുടെ ഒരംശം നമ്മുടെ കൂടെയുള്ള സഹജീവികളെ കാണാൻ, അത് ഏത് മനുഷ്യരും ഏത് ജാതിയോ ഏത് മതമോ ആകട്ടെ, അവൻ മനുഷ്യനാണോ അവനെ സഹായിക്കണം എന്നാണ്. മനുഷ്യനെ സഹായിക്കണമെന്ന് പറഞ്ഞ ദീന വിശുദ്ധ ഇസ്ലാം. ആ മനുഷ്യത്വത്തിനാണ്